എനിക്ക് എൻ്റെ കൺമനയിലും എൻ്റെ കാഴ്ചയിലും എന്നെ സഹായിച്ചതുപോലെ ഒരുപാട് പേരെ അതുപോലെ സാറ് സഹായിച്ചിട്ടുണ്ട്. ഒരു പാർലമെന്റ് അംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളിൽ പാർലമെന്ററി നടപടികളിൽ പങ്കെടുക്കുക, ജനങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിക്കുക, ആ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം തേടാനായി ശ്രമിക്കുക, അത്തരം കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. പാർലമെൻറ്റിലെ ലോക്സഭയിലെ എൻ്റെ ഹാജർ നിലവാരവും കോൺഗ്രസിൻ്റെ വലിയ നേതാക്കളുടെ ഹാജർ നിലവാരവും ദയവായി പരിശോധിക്കുക. ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങളുടെ എണ്ണവും ആ ചോദ്യങ്ങളുടെ നിലവാരവും അതിൻ്റെ വൈപുല്യവും വൈവിധ്യവും ഒന്ന് പരിശോധിക്കുക. അത് കുറച്ച് നേരമെടുക്കുന്നൊരു കാര്യമാണ്. പക്ഷേ അതുകൂടി ഒന്ന് പഠിക്കാനായി ഞാൻ എൻ്റെ രാഷ്ട്രീയ എതിരാളികളോട് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് കുടിവെള്ളക്ഷാമം. ഇത് പരിഹരിക്കാനായി ജനകീയ സമിതികൾ രൂപീകരിച്ച് നിരവധി കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കി. അതിലൊന്നാണ് പഴവിളക്കുന്ന് കുടിവെള്ള പദ്ധതി. MP കഴിഞ്ഞ തവണ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വന്നിരുന്നപ്പോൾ കൊടുത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഈ പഴവിള പ്രദേശത്തെ കുടിവെള്ളത്തിന് പരിഹാരം കാണുമെന്നുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം ജയിച്ചു പോയി. ആദ്യത്തെ വർഷം തന്നെ ഇതിനു വേണ്ടിയിട്ട് ഫണ്ട് വകയിരുത്തി. ആദ്യം 10 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ 15 ലക്ഷത്തോളം രൂപ വേണ്ടി വരുമെന്ന് കണ്ടു. 15 ലക്ഷം രൂപ തരുന്നതിന് അതിന് പുറമെ ഇവിടെ 3 ഫേസ് ലൈൻ ഇവിടെ നിന്നൊരു 200 മീറ്റർ അപ്പുറത്ത് വരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് ലൈൻ വലിക്കുന്നതിന് വീണ്ടും 1.25 ലക്ഷം രൂപ അഡീഷണൽ അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ വർഷങ്ങളായിട്ട് കുടിവെള്ളം ടാങ്കർ ലോറിയിലായിരുന്നു. ജനുവരി തുടങ്ങി മെയ് അവസാനം വരെയും ടാങ്കർ ലോറിയിലായിരുന്നു ഈ 10-70 കുടുംബങ്ങൾക്ക് വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ റിസ്കിലായിരുന്നു. അത് പലപ്പോഴും ശുദ്ധജലമായിരിക്കണമെന്നില്ല, ഉറപ്പില്ല. അത് യഥാസമയം എത്തുകയില്ല. അങ്ങനെ ആൾക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് തീർച്ചയായിട്ടും സമ്പത്ത് MP വാഗ്ദാനം പാലിച്ചു എന്നുള്ളത് മാത്രമല്ല, ആ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് സമ്പത്ത് MP തീർച്ചയായിട്ടും ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു MP തന്നെയാണ്. സമ്പത്ത് എന്നുള്ള പേര് നാടിൻ്റെ സമ്പത്താണ്. ആൾക്കാർ വിളിക്കും പോലെ അല്ല, സമ്പത്ത് തന്നെയാണ്. Sir, our traditional fishermen, they are demanding that there should be given protection up to 60, I repeat 60 nautical miles from the coastal belt. If that is not given by our agencies, our system, I mean the Indian Navy is there, the Coast Guard is there. You come to the point. You come to the point. Zero. Sir, it's not a debate. Zero. Sir, this is a very serious matter, sir. You tell the point. Not only my state, but your state also, some North Indian states also. They are afraid of the foreign ships. Anything can happen to any fisherman at any time in Indian seas. മണ്ഡലത്തിലെ കടലോരങ്ങളിൽ കഴിയുന്നവരുടെ ഉപ്പുകാറ്റിൽ കുതിർന്ന ദൈന്യ ജീവിതത്തിന് പരിഹാരം കാണാൻ നടപ്പിലാക്കിയ നിരവധി പദ്ധതികൾ സഖാവ് സമ്പത്തിനെ കടലിൻ്റെ മക്കളുടെ ജനനായകനാക്കിയിരിക്കുകയാണ്. ഇവിടെ മത്സ്യം കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ ദൂരത്തേക്ക് പോകുന്നത്. ആ ദൂരം ഈ മത്സ്യങ്ങൾ ഇവരുടെ ഈ ട്രോളിംഗ് ബോട്ട്, ആദ്യകാലങ്ങളിൽ ട്രോളിംഗ് ബോട്ട്, ഇപ്പോൾ വിദേശ കപ്പലുകളുടെ ട്രോളറുകൾ, ഇപ്പോൾ അവരുപയോഗിക്കുന്നതിനേക്കാളും അതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ പോയി മത്സ്യബന്ധനം നടത്തേണ്ടി വരുന്നത്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ധനവില. ഇപ്പോൾ 80 രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 10 ലിറ്റർ എണ്ണ കൊണ്ടുപോകുന്നെങ്കിൽ മാക്സിമം ഇപ്പോഴത്തെ എഞ്ചിന് 1 മണിക്കൂറിന് 8 എണ്ണയാണ് ഗവൺമെൻറ് തീരുമാനം. പുതിയ എഞ്ചിനാണ് അത്. ഇന്ന് ഇവിടെ ഉള്ള മത്സ്യത്തൊഴിലാളിക്ക് എല്ലാം പുതിയ എഞ്ചിൻ വെച്ച് തന്നെ പോകാനുള്ള സാഹചര്യം വളരെ കുറവാണ്. ഞങ്ങളുടെയൊക്കെ കൊച്ചും പ്രായത്തിലൊക്കെ ഞങ്ങൾ അച്ഛൻ്റെ അമ്മമാർക്കടൊക്കെ കിടന്ന സമയത്ത് ഇവിടെ റഫ് സീസണിൽ ഈ എല്ലാ മാസങ്ങളിലും 300-400 എണ്ണയൊക്കെ കിട്ടിയിട്ടിരുന്ന വർഷങ്ങളാണ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2 കൊല്ലത്തിന് ശേഷം ഇങ്ങോട്ട് ആ എണ്ണകളൊക്കെ വെട്ടി കുറച്ച്, അത് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമാണ്. ഇത്രയും എഞ്ചിൻ കൂടിപ്പോയി, വള്ളം കൂടിപ്പോയി എന്ന് പറഞ്ഞ് അവർ ഓരോ തീരുമാനം എടുക്കും. നമുക്ക് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് ഇതറിയില്ല. The fire was opened by Italian Marines. They are under the direct control of the Italian government. So, sir, through you, I appeal to the government of India that there should be coordination between the government of India's agencies and the state government agencies. There should be coordination between the Navy. അഞ്ചുതെങ്ങിൻ്റെ സമീപത്തുള്ള മുതലപ്പൊഴി അഴിയാക്കുന്നതുമായി
ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് സഹായം നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതിലിപ്പോൾ കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചില കാര്യങ്ങൾ തുടങ്ങും, അപ്പോൾ UDF ഗവൺമെൻറ് വന്ന് വീണ്ടും തറക്കല്ലിടൽ നടത്തും, പിന്നെ വീണ്ടും ഇതിൻ്റെ പദ്ധതി, അതിൻ്റെ പ്ലാൻ മാറ്റും, ഇങ്ങനെയുള്ള വിഷയങ്ങൾ പലതും നടക്കുന്നുണ്ട്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ആ പ്രശ്നങ്ങൾ കൂടി കണ്ടുകൊണ്ട്, അവരുടെ അനുഭവ സമ്പത്ത് കൂടി ഉൾക്കൊണ്ടുകൊണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടുകൊണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവർക്കാണ് അറിയാവുന്നത്, കടലിനെയും കരയെയും അറിയാവുന്നത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്കാണല്ലോ. സമ്പത്ത് ജയിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ള ഉറപ്പ് നമ്മൾ പറയുക. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വോട്ട് സമ്പത്തിന് തന്നെ. എൻ്റെ വോട്ട് സമ്പത്തിന് തന്നെ. ഞാൻ സമ്പത്തിനല്ലേ വിടുള്ളൂ. എൻ്റെ വോട്ട് സമ്പത്തിന് തന്നെയാണ്.